സമീപകാലത്താണ് കോൺഗ്രസ്സൊക്കെ വളരെ മോശപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്, ആണുങ്ങളുടെ സർക്കാർ വരും എന്നൊക്കെയുള്ള. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് സ്ത്രീകൾ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവരിക, യുവാക്കളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏർപ്പെടുത്തുക. അങ്ങനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ CPM അവതരിപ്പിച്ച ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കെ അനുശ്രീ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് എന്ന വനിതകളിലുള്ള രണ്ടാമത്തെ നേതാവ് കൂടിയാണ്. അവരെയാണ് പിണറായി എന്ന് പറയുന്ന ഡിവിഷനിൽ ഇത്തവണ CPM മത്സരിപ്പിക്കുന്നത്. അനുശ്രീ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അനുശ്രീ, ഇത് വലിയൊരു ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പദവിയിൽ നിന്ന് മാറി വന്ന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു അവസരം തന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞതുപോലെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നൽകിയതും വലിയ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ തീരുമാനത്തെ പൂർണ്ണമായും അതിനോട് പിന്തുണച്ച് അത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനും ഇടതുപക്ഷം എല്ലാ സീറ്റുകളിലും വിജയിച്ചു വരാനും ജില്ലാ പഞ്ചായത്ത് ഇനി അങ്ങോട്ടും കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ വികസനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ കണ്ണൂർ ജില്ലയിൽ ആകമാനം സംഘടിപ്പിച്ചത്, അതിന് സമാനമായ രീതിയിൽ ഭാവിയിലും ഇപ്പോൾ നിലവിൽ വിജയിച്ചു വരുന്ന മുഴുവൻ ആളുകളും ഭാഗമാകുന്ന ജില്ലാ പഞ്ചായത്തിന് സാധ്യമാകും. തീർച്ചയായിട്ടും അത് കണ്ണൂരിൻ്റെ ആകമാനം മുന്നേറ്റത്തിനൊരു വലിയ സംഭാവന നൽകും എന്നുള്ളതിൽ നല്ല പ്രതീക്ഷയുണ്ട്. ഇത് നമ്മൾ SFIയുടെ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി ഭരണത്തിലിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്നേരത്ത് പോലും SFIൻ്റെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്നൊരു ഘട്ടം. ഒന്നാമത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത്, അങ്ങനെ വളരെ സജീവമായിരുന്നൊരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? SFIയിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ വലിയ രീതിയിൽ സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സമയമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ആ സമയത്ത് കേരളത്തിലെ സർവകലാശാലകളിലൊക്കെ വളരെ ബോധപൂർവ്വമുള്ള ഒരുപാട് തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അന്ന് വലിയ സമരത്തിന് SFI നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം, ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിൽ മാത്രമല്ല എല്ലാ കാലത്തേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത്തരം സമരങ്ങളൊക്കെ നൽകുന്ന ഊർജ്ജം വലിയ കരുത്താണ്, അതിൽ തർക്കമില്ല. അപ്പോൾ ഏത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് ശബ്ദിക്കുക, സമരം ചെയ്യുക, അത്തരത്തിൽ യുവാക്കളെ ആകമാനം പ്രോത്സാഹിപ്പിക്കാനും സമരത്തിലേക്ക് രാഷ്ട്രീയപരമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഈ അനുഭവം SFI എന്നൊക്കെ വന്ന അനുഭവം ഒരുപാട് കരുത്ത് നൽകുന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇത് നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് വോട്ടർ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും സന്തോഷമാണത്. വലിയ മുഖ്യമന്ത്രിയെല്ലാം വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥാനാർത്ഥി. അതെ, ഇപ്പം അനുശ്രീൻ്റെ കൂടെ നമ്മുടെ പാർട്ടിയുടെ CPMൻ്റെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി നേതാവ് അല്ലേ, മൂപ്പര കൂടെ ഉണ്ട്. എന്താണ് അനുശ്രീൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ്? അനുശ്രീ പിണറായി പഞ്ചായത്തിൽ സമീപകാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവാണ്. SFI, DYFI അതുപോലെ മേഖലയിൽ കൂടി വന്ന നേതാവാണ്. മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. പിണറായി വിജയന് ശേഷം പിണറായി പഞ്ചായത്തിന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്ന ആദ്യത്തെ സഖാവാണ് അനുശ്രീ. ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിൽ ഉയർന്നു വരേണ്ട ഒരാളാണ്. പിണറായി പഞ്ചായത്ത് കേരളത്തിനും പൊതുവിൽ സംഭാവന ചെയ്യുന്ന അനുശ്രീ. അത്തരത്തിലുള്ളൊരു അംഗീകാരം തന്നെ പാർട്ടി കൊടുത്തിരിക്കുന്നു. ഇനിയും ആ മേഖലയിൽ അനുശ്രീ ഉയർന്നു വരുന്ന തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷ. പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, നാട്ടുകാരുടെ ഒരു ഉത്തരവാദിത്വം ഒക്കെ കേട്ടില്ലേ? തീർച്ചയായിട്ടും നാട്ടുകാരെല്ലാവരും വളരെ സന്തോഷമാണ്. അവരെല്ലാ കാലത്തും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ SFIയിലാണെങ്കിലും DYFIയിലാണെങ്കിലും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നൽകിയത് നമ്മൾ വളർന്നു വന്ന ഒരു നാടിൻ്റെ രാഷ്ട്രീയമൊക്കെ കണ്ടു പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ അവർ നന്നായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നതും അവർ കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാ കാര്യത്തും എല്ലാ കാലത്തും ഊർജ്ജം പകരും. ഞങ്ങളാരും സ്ഥാനാർത്ഥികളാകുന്നു വിചാരിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നവരല്ല. സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിലും ഈ പൊതുരാഷ്ട്രീയത്തിൽ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് ഈ പറയുന്ന ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് വളരെ ബോധപൂർവ്വം എടുത്ത തീരുമാനമാണ്. അപ്പോൾ അതിനോട് കൂടുതലെത്തിക്കൊണ്ട് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയാണെങ്കിലും നാളെ അതല്ലെങ്കിലും എല്ലാ കാലത്തും അതിനോട് ഐക്യം അല്ലെങ്കിൽ അതിനോട് പരമാവധി സത്യസന്ധതയോടുകൂടി ഇടപെടും. സ്ഥാനാർത്ഥിത്വം ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഏതായാലും പ്രചരണ രംഗങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ, മുതിർന്ന സഖാക്കൾ അവരെയൊക്കെ കണ്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്നലെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി അങ്ങോട്ട് എല്ലായിടങ്ങളിലും പോകണം, വോട്ടഭ്യർത്ഥിക്കണം, പരമാവധി ആളുകളിലേക്ക് ഈ സമയം കൊണ്ട് തന്നെ എത്തണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ളൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഇത്തവണത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം കാണാം. അതെ പുതുമുഖങ്ങളാണ്. അതുപോലെ തന്നെ 22 വയസ്സുള്ള നവ്യ പേരാവൂരിന്ന് മത്സരിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയാണ്, SFIയുടെ പ്രവർത്തകയാണ്. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം, മഹിള, അങ്ങനെ ഒരു എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നൊരു ലിസ്റ്റാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷ
ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ കേരളത്തിലെമ്പാടും പ്രഖ്യാപിക്കുമ്പോൾ എല്ലായിടത്തും ഈ ഒരു പങ്കാളിത്തം കാണാൻ വേണ്ടി പറ്റും. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരു ലീഡർഷിപ്പായിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണ്. അത് ആവേശത്തോടു കൂടി തുടരുകയാണ്. യുവത്വത്തിൻ്റെ പങ്കാളിത്തം ഞങ്ങളെയൊക്കെ ഒരുപാട് ആവേശപ്പെടുത്തുന്നുണ്ട് തീരുമാനമാണ്. ഇപ്പോൾ സമീപകാലത്താണ് കോൺഗ്രസ്സൊക്കെ വളരെ മോശപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്, ആണുങ്ങളുടെ സർക്കാർ വരും എന്നൊക്കെയുള്ള. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് സ്ത്രീകൾ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവരിക, യുവാക്കളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏർപ്പെടുത്തുക. അങ്ങനെ ഉത്തരവാദിത്തങ്ങളിൽ വന്നവർ തന്നെ വളരെ മാതൃകാപരമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ സ്ഥാനത്ത് വളരെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അനുഭവം കേരളത്തിലുടനീളം നിങ്ങൾക്ക് പലയിടങ്ങളിലും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് മടിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളോടുള്ള വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊക്കെ വിശ്വാസമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. സന്തോഷമായി. തൊഴിലാളിയുടെ മകളാണ്, പറഞ്ഞു തൊഴിലാളി മകളാണ്. മാത്രമല്ല അമ്മ ഒരു ഖാദി തൊഴിലാളിയാണ്. പഠനം ഇപ്പോഴും തുടരുന്നുണ്ട്. തുടരുന്നുണ്ട്. എന്നാലും ജില്ലാ പഞ്ചായത്തിലേക്ക് CPM ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് 16 സ്ഥാനാർത്ഥികൾ, 15 പേരും പുതുമുഖങ്ങളാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയായ സ്ഥാനാർത്ഥി സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ് K അനുശ്രീ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. VVIP വോട്ടർ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഉൾപ്പെടുന്ന ഡിവിഷനിലാണ് അനുശ്രീ മത്സരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും CPMൻ്റെ ഒരു പ്രധാന ശക്തി കേന്ദ്രം, CPMൻ്റെ ഉത്ഭവം ഉണ്ടായൊരു സ്ഥലം എന്നുള്ള പ്രത്യേകത കൂടി ഈ ഡിവിഷനുണ്ട്. അങ്ങനെ വളരെയേറെ പ്രത്യേകതകളുണ്ട് സ്ഥാനാർത്ഥിക്കും ഈ നാടിനുമൊക്കെ. ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം വിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.